1380 നെതർലൻഡിലെ ബോക്സ്റ്റൽ. അവിടുത്തെ പൂജാരാജാക്കന്മാരുടെ ദേവാലയത്തിലെ വികാരിയാണ് ഫാദർ എലിജിയൂസ് വാൻ ഡെർ ആക്കർ. അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസയിൽ നിന്നും കൂദാശ ചെയ്ത വീഞ്ഞ് അറിയാതെ തുളുമ്പി അൾത്താരവിരിയിൽ വീണു. ഉടൻ തന്നെ അത് തിരുരക്തമായി മാറി. ഭയചകിതനായ ഫാദർ എലിജിയൂസ് ദിവ്യബലിക്ക് ശേഷം ആ രക്തം കഴുകിക്കളയാൻ ശ്രമിച്ചു. പക്ഷെ അത് കഴുകിക്കളയാൻ സാധിച്ചില്ല. അതിനാൽ ഉടൻ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ച ആ വൈദികൻ അൾത്താരവിരിയും ശോശപ്പയും ഒരു പെട്ടിയിലാക്കി കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം രോഗാവസ്ഥയിലായ ഫാദർ എലിജിയൂസ് തന്നെ കുമ്പസാരിപ്പിക്കാൻ എത്തിയ വൈദികനോട് ഈ സത്യം തുറന്നു പറഞ്ഞു. തുടർന്ന് ആ അൾത്താരവിരിയും ശോശപ്പയും ഫാദർ എലിജിയൂസിൻ്റെ കട്ടിലിനടിയിൽ നിന്നും സാഘോഷം പുറത്തെടുത്തു. അപ്പോഴും അൾത്താരവിരിയിലും ശോശപ്പയിലും തിരുരക്തത്തുള്ളികൾ കാണപ്പെട്ടു. 1380 ജൂൺ 25 മുതൽ അത് സഭയുടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സൂക്ഷിക്കാൻ തുടങ്ങി. തിരുരക്തം വീണ ആ അൾത്താരവിരി ഇന്നും ഹുക്സ്ട്രാറ്റൈലിലെ വിശുദ്ധ കാതറിൻ്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിലമതിക്കാനാവാത്ത തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യത്തോടുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ തിരുശരീരവും തിരുരക്തവുമായി അങ്ങ് നിലകൊള്ളുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.